കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 4-ാം 16 ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മിലെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് പലർക്കും ജീവനുണ്ടെങ്കിലും പലപ്പോഴും ആന്തരിക മനുഷ്യൻ വീണുപോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് സ്വന്തം ആത്മീയ മേഖല ഏതുവരെ എത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോടുള്ള ഒരു ചെറിയ വിശ്വാസത്തിന്റെ കനലുമതി നിന്നിലെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടുവാൻ. ദൈവഹിതമല്ലാത്ത നമ്മിലെ എല്ലാ പ്രവണതകളും ഇല്ലാതാക്കുക. അപ്പോൾ സ്നേഹത്തിന്റെയും രോഗസൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ ആരാധിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരട്ടെ. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ഒരു ദൈവഹിതമുണ്ട്. 1 തെസ്സലോനിക്കാർക്കെഴുതിയ ലേഖനം 5-ാം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാണ്. ഇന്ന് നമ്മുടെ കർത്താവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനായ ദൈവം. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്ക് യോഗ്യനും. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യനും. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇന്ന് കർത്താവായ ദൈവത്തെ വിശ്വാസത്തോടെ നാം ആരാധിക്കുമ്പോൾ ചെങ്കടലിൽ വഴി തുറന്ന ദൈവം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ വഴി തുറന്നു തരും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ആദ്യ പിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ചെങ്കടലിൽ വഴി തുറന്നു. ആദ്യ പിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ചെങ്കടലിൽ വഴി തുറന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ നൽവഴികൾ തുറക്കണമേ. ആമേൻ, ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ നൽവഴികൾ തുറക്കണമേ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇന്ന് കർത്താവായ യേശുവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ അഗ്നിനാവാൽ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലാം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഇസ്രായേലാം ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവാൽ നിറയ്ക്കണമേ. മാളിക മുറി പകർന്നതുപോൽ അഗ്നിനാവാൽ പതിയണമേ. ആമേൻ, ഹല്ലേലൂയ. മാളിക മുറിയിൽ പകർന്നതുപോൽ അഗ്നിനാവാൽ പതിയണമേ. ഇസ്രായേലിൻ സ്തുതികൾ
സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഇന്ന് എന്നിൽ നിറയ്ക്കണം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിൻ സാക്ഷിയായിടാൻ ആത്മാക്കളെ നേടിടാൻ, സുവിശേഷത്തിൻ സാക്ഷിയായിടാൻ ആത്മാക്കളെ നേടിടാൻ. ആത്മശക്തി എന്നിൽ പകർന്നിടണേ, നിൻ നാമത്തെ ഉയർത്തിടുവാൻ. ആത്മശക്തി എന്നിൽ പകർന്നിടണേ, നിൻ നാമത്തെ ഉയർത്തിടുവാൻ. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യനും. ആമേൻ. ഹല്ലേലൂയ. അങ്ങാരാധ്യനും പരമാരാധ്യനും സ്തുതികൾക്കെന്നും യോഗ്യനും. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. ഇസ്രായേലിൻ സ്തുതികളിൽ വസിപ്പവനെ അങ്ങേ ആരാധിച്ചു വണങ്ങിടുന്നു. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.